കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു പ്ലസ് ഇമ്മാനുവലിലെ നായിക റീനു ടിഷ്യൂ പേപ്പറിൽ ഒരു യാത്രികൻ ഒരു പ്രണയലേഖനം എഴുതി തന്നു എന്ന് പറഞ്ഞില്ലേ? ബാക്കി കഥ വരട്ടെ, അവിടെ വെച്ച് പറഞ്ഞ് നിർത്താന്നോ? ആക്ച്വലി എന്റെ കയ്യിലും അല്ല തന്നത്, വേറെ ഏതോ ക്രൂവിന്റെ അടുത്ത് ഇത് ആ കുട്ടിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷെ എനിക്കിത് ലാൻഡ് ചെയ്യാറായപ്പോഴാണ് എന്റെ കയ്യിൽ സംഭവം കിട്ടുന്നത്. എനിക്കിത് ആരാന്നും അറിയില്ല, ആരാ എഴുതിയ ആളാരാന്നൂടെ എനിക്കറിയില്ല. എനിക്ക് സംഭവം കൈ കിട്ടി. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നേ? അല്ല, അങ്ങനെ കാര്യമായിട്ടല്ല. കുട്ടിയെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായോ, ബിഹേവിയർ അങ്ങനെ ഇത് മറ്റേത് മറിച്ചത് എന്താ ഇപ്പൊ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളായിരുന്നു. വെരി ഹോംലി, അങ്ങനെ യു ഹാവ് എ ജെനുവിൻ സ്മൈലോ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. എന്നോടിപ്പോ പറയാത്ത കുറെ വർണ്ണനകൾ കൂടി അതിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കില്ലേ? അങ്ങനെ വർണ്ണിച്ചെന്നല്ല, അങ്ങനെ കുറച്ച് എന്തൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളി വുഡ് ലൈക്ക് ടു നോ യു ബെറ്റർ എന്നൊക്കെ എഴുതി. പക്ഷെ എങ്ങനെയാണ് ടു നോ ഹിം ബെറ്റർ, ഐ ഹാവ് നോ ക്ലൂ. അത് സങ്കടകരമായ ഒരു കഥയായിപ്പോയി. അതും ഫ്ലൈയിങ് തുടങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പ്രപ്പോസൽസ് ഒക്കെ വന്ന് തുടങ്ങല്ലേ ഉള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് വന്ന ഒരു ലെറ്റർ അത് കൈമോശം വന്നു പോയി. അതെ, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ട്. ചേട്ടാ ഉറങ്ങിയോ, ലവ് യു ചേട്ടാ എന്ന് പ്രീത പറഞ്ഞിരിക്കുന്നു. ഐ ലവ് യു ഭാഗ്യ എന്ന് അനു. പിന്നെ പറയാതെ പറയുന്ന പ്രണയത്തിനെ മനസ്സിലാക്കണം എന്ന് നന്ദൻ അയച്ചിട്ടുണ്ട്. ഷാനി, വേറെ മാരേജിന് സമ്മതിക്കല്ലേ, നിന്നെ മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്റെ ശ്രീ. ഇതുപോലെ മെസ്സേജസ് അയക്കണോ? നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്, ടൺ കണക്കിന് ലവ്. കോംപ്ലിമെന്റ്സ് കേൾക്കുന്നതാണോ പെൺകുട്ടികൾക്ക് ഇഷ്ടം? അങ്ങനെയൊക്കെ പറയുന്ന ആൺകുട്ടികളെ മാത്രമേ പെൺകുട്ടികൾ മൈൻഡ് ചെയ്യത്തുള്ളൂ. എന്നാൽ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിന് ഒരു മെസ്സേജ് അയച്ച് അരുൺ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇമ്മാനുവലിലെ നായിക റീനുവിൻ്റെ അടുത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക. റീനു എന്താ അതിന് ഉത്തരം പറയാ? എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്കും ഇഷ്ടമല്ലേ ഇത്? അങ്ങനെ ചോദിക്കേ. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികളിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കോംപ്ലിമെന്റ്സ് കിട്ടുന്നത്. വെദർ ഇറ്റ്സ് ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല. എല്ലാ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. ഒരാളിപ്പോൾ നമ്മളെ ഇപ്പം അതിപ്പോൾ ഒരുപാട് പൊക്കി എന്തെങ്കിലും ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുത്താൽ പോലും അതിനെ ഒരാൾ കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് തിങ്. അപ്പോൾ അങ്ങനെ കോംപ്ലിമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. കേട്ടോ അരുൺ? പക്ഷെ പ്രണയത്തിലാവുമ്പോൾ കോംപ്ലിമെൻറ്റ്സിന് വലിയൊരു പ്രാധാന്യം കൂടി ഉണ്ട്. അങ്ങനെ പറയുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, നമ്മളെ കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. പിന്നെ അതൊരു പ്രണയത്തിലേക്ക് വഴി തുറക്കാം. പിന്നെ ഇങ്ങോട്ട് കുറേ മെസ്സേജസ് വന്നിരിക്കുന്നത്. ഐ ലവ് യു സോ മച്ച് ഷാനി എന്ന് സുജിത്ത്. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ അശ്വിൻ. നെക്സ്റ്റ് സോങ്സ് ഫോർ യു എന്ന് പേര് പറയാത്തയാൾ. എൻ്റെ സ്വീറ്റ് ജോ കുട്ടിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊരു മെസ്സേജ്. ഇക്കോ നീ എവിടെയാ, ഐ മിസ് യു എ ലോട്ട്. എനിക്ക് നിൻ്റെ അടുത്തിരിക്കണം, എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് എപ്പി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഐ ലവ് യു വിഷ്ണു ഏട്ടാ, ലവ് യു സോ മച്ച്. യു ആർ ഓൾവേസ് ഇൻ മൈ തോട്ട്, ഇൻ മൈ ഡ്രീംസ്. ഐ സീ യു, ഐ ഫീൽ യു. ആഹാ എന്ന് പേര് പറയാത്ത ആൾ. ഇതുപോലെ കീപ് സെൻഡിങ് ഇൻ യുവർ മെസ്സേജസ് ടു ലവ് ബൈറ്റ്സ് ആൻഡ് ക്ലബ് FM. 567678 is the number. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. കാരണം ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലുണ്ട് റീനു ഇവിടെ മാത്രം. ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ഫസ്റ്റ് ലവ്, ഫസ്റ്റ് പ്രപ്പോസൽ, ഫസ്റ്റ് ക്രഷ്, ഇതൊന്നും നമ്മൾ മറക്കാൻ വഴിയില്ല. ഇങ്ങനെ മറക്കാനായിട്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും, ഓർക്കാനും തോന്നും. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, എന്നായിരുന്നു ഫസ്റ്റ് ക്രഷ്? ഫസ്റ്റ് ക്രഷ് എനിക്ക് തോന്നുന്നു കോളേജിലാണ് തോന്നിയത്. കോളേജ് ലവ് ആയിട്ടുണ്ടായിട്ടില്ല, തിരിച്ചുണ്ടായിട്ടുണ്ടോ കോളേജിൽ? ഇങ്ങോട്ട് പിന്നെ സ്വാഭാവികമാണല്ലോ. എങ്ങനെയായിരുന്നു ആ പ്രണയം എന്ന് പറഞ്ഞതൊക്കെ? അതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒന്ന് ആക്ച്വലി ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു കിട്ടി. ചുമ്മാ അങ്ങ് വന്ന് കയറി ധൈര്യമായിട്ട് പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന അവനോട് നമ്മുടെ ഉത്തരം എന്നായിരുന്നു? നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. കഷ്ടം, ആ ചെക്കൻ്റെ ഹൃദയം തകർത്തു വിട്ടു. വെറുതെ അല്ല പിന്നെ റിലേഷൻഷിപ്പിലാവാത്ത. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇനി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഫ്യൂ മെസ്സേജസ്. റീനു, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. റീനു അല്ല വേറെ ആരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓ ഹായ് ചേട്ടാ, ഐ മിസ് യു സോ മച്ച് എന്ന് ഷബാന. പിന്നെ ഐ ലവ് ഷബാന എന്ന നബീലിക്ക. ഒരേ പേരുകളോ? ചേട്ടാ ഐ മിസ് യു, ഐ ലവ് യു എന്ന് പ്രീത. I know that I just made a wrong decision, but I forgive you and I need you to come back. We will sort out everything together. No matter what others think or say. I still love you, RK in the Meera. Okay, he made the wrong decision.
ഇതുപോലെ ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites. Kude Reenu and Emmanuel Naika. Reenu. അതെ റീനു, നമുക്കൊക്കെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, ഇന്ന രീതിയിലുള്ള ഒരാളെ എനിക്ക് കിട്ടണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ ശരിക്കും റീനുവിൻ്റെ മനസ്സിൽ? എനിക്ക് തോന്നുന്നു നമ്മളുടെ ടീനേജ് ടൈമിൽ വാട്ട് യു തിങ്ക് അബൌട്ട് ലവോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പേഴ്സൺ ചേഞ്ചസ് ഓവർ ദി ഇയേഴ്സ്. നമ്മുടെ ആ ഒരു കൺസെപ്ഷൻ, നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ ലവർ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളൊരു കൺസെപ്ഷൻ ഇറ്റ് ചേഞ്ചസ്. ആദ്യം നമുക്ക് ഓക്കെ ലുക്സ് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, പിന്നെ യു റിയലൈസ് അതല്ല ഇമ്പോർട്ടൻറ്റ്. Are you telling me that beauty doesn't matter in love? Not really. എന്ന് വെച്ചാൽ ഭയങ്കര അഗ്ലി എനിക്ക് അങ്ങനെയല്ല. ഞാൻ എന്ന് വെച്ചാൽ he doesn't have to be that good looking or very handsome, അങ്ങനെയില്ല. has to be someone very understanding. അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. someone very caring. someone very caring and understanding. നമുക്കൊക്കെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് റീനു. നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. ഇവിടെ ലവ് ബൈറ്റ്സിലേക്ക് ഐ ലവ് യു സോ മച്ച് എൻ്റെ മാഹി ഏട്ടാ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ലവ് യു ലക്ഷ്മി എന്ന് ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. ഗുഡ്, ഐ റിയലി ലൈക്ഡ് ഇറ്റ് എന്നൊരു മെസ്സേജ്. ആരോടാടോ ഒന്നും പറയത്തില്ല. പിന്നെ ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ അടുത്ത പാട്ട് വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഇതുപോലെ നിങ്ങൾക്കൊരു പാട്ട് വേണമെങ്കിൽ 567-678 മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.